ഇസ്ലാം മഹാഷേ വേഴ്സസ് ഇലിയോട്ടോപുര ഫൈറ്റ് നടക്കാനുള്ള ചാൻസസ് വീണ്ടും കുറഞ്ഞു വരികയാണ്. ഇസ്ലാം മഹാഷേവിൻ്റെ ടീമിൻ്റെ സൈഡിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുകയാണ്, ഇലിയോട്ടോപുരയെ ഉടനെ ഒന്നും ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ചേൽസ് ഓണൻ മറ്റേ ഗുഡ് ഗായ് ബാഡ് ഗായ് പോഡ്കാസ്റ്റിൽ ഇതുപോലെ പറഞ്ഞിരിക്കുക, ചാൾസ് ഒലിവേരയ്ക്ക് ഇലിയോട്ടോപുര ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ല, ഇലിയോട്ടോപുര ചാമ്പ്യൻ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ചേൽസ് ഓണനോട് പറഞ്ഞു എന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞു. നമ്മൾ ഡക്കുകളുടെ ഇറയിലാണോ ജീവിക്കുന്നത്? എല്ലാവരും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡക്ക് ചെയ്ത് കളിക്കാം. അതുപോലെ തന്നെ ഇലിയോട്ടോപുര അർമാനെ ഫൈറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ റൂമേഴ്സൊക്കെ വന്നപ്പോഴത്തേക്ക് ഇലിയോട്ടോപുര പറഞ്ഞ് അർമാനെ ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ലെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ഫൈറ്റ് ജോൺസ് വേഴ്സസ് അസ്പനാൽ ഫൈറ്റ്, ജോൺസിൻ്റെ സൈഡിൽ നിന്നും ഇതുപോലെ റൂമേഴ്സ് വന്നിരിക്കുകയാണ്, ഉടനെ ഒന്നും ആ ഒരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഇല്ല എന്നുള്ള രീതിയിൽ. അതെന്തെന്ന് ഞാൻ പറയാം. അതിനിപ്പോൾ ശരിക്കും നമ്മൾ ജീവിക്കുന്ന ഡക്കുകളുടെ ഇറയിലാണോ? അതായത് ആര് വേണമെങ്കിലും ഫൈറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ നിന്നിരുന്ന ഫൈറ്റേഴ്സിൽ നിന്ന് മാറിയിട്ട് ഇപ്പം സെലക്റ്റീവായിട്ട് പിക്ക് ചെയ്ത് ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചിലരെയും ഒഴിവാക്കി വിടുക എന്നുള്ള രീതിയിൽ. അതായത് ഇപ്പോൾ ബോക്സിങ് ഒരുപാട് പേരും പറയുന്നൊരു കാര്യമാണ്, ബോക്സിങ്ങിൻ്റെ രീതിയിലോട്ട് MMA മാറുന്നു എന്നുള്ള രീതിയിൽ. അതെന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബേസിക്കലി ആ ഒരു ജസ്റ്റിൻ ഗേച്ചും കൂടെ വന്നേ പിന്നെ, ആ ഒരു ജസ്റ്റിൻ ഗേച്ച് സിറ്റുവേഷൻ കൂടെ വന്നേ പിന്നെയാണ് ആൾക്കാർ ഇത് പറയാൻ തുടങ്ങിയത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബോക്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കില്ലേ, ഇപ്പോൾ ബോക്സിങ്ങിൽ പലർക്കും 30 ആൻഡോ അല്ലെങ്കിൽ 50 ആൻഡോ ഇതുപോലത്തെ ഭീകര അൺഡിഫീറ്റഡ് റെക്കോർഡുകൾ, അല്ലെങ്കിൽ അൺഡിഫീറ്റഡ് അല്ലെങ്കിൽ പോലും മാസീവ് റെക്കോർഡുകൾ കണ്ടിട്ടില്ലേ? അപ്പം നമ്മുടെ MMA-ലാണെങ്കിൽ തന്നെ അത്രയും വലിയൊരു അൺഡിഫീറ്റഡ് റെക്കോർഡ് ഇപ്പോൾ ഉള്ളത് ഖബീബിന് മാത്രമേ ഉള്ളൂ. അതും 29 ആൻഡോ. അത് ബാക്കിയുള്ള ബോക്സേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് ചെറിയ റെക്കോർഡ് മാത്രമാണ്. അതിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ബോക്സിങ് ശരിക്കും ഒരു പ്രമോഷൻ്റെ ഗെയിമാണ്. ഈ മെറിറ്റോക്രസി എന്ന് പറയുന്ന സംഭവം ബോക്സിങ്ങിന് വളരെ കുറവാണ്. ഇല്ലെന്നല്ല, പക്ഷേ ബോക്സിങ് ബേസിക്കലി പ്രമോഷൻ്റെ ഗെയിമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ബോക്സിങ്ങിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ബോക്സിങ്ങിൽ ജേർണിമെൻ എന്ന് പറയുന്ന പരിപാടിയുണ്ട്. MMA-ലുണ്ട് ജേർണിമെൻ. ബോക്സിങ്ങിൽ ജേർണിമെൻ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഫൈറ്റേഴ്സാണ്, പക്ഷേ അവർ ഈ പറയുന്ന ടോപ്പ് ടയർ ടാലൻറ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ജേർണിമെൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ടോപ്പ് ടയർ ടാലൻറ്റഡ് ആയിട്ടുള്ള ഫൈറ്റേഴ്സിന് ഫൈറ്റ് ചെയ്ത് അവരുടെ റെക്കോർഡ് ബിൽഡ് ചെയ്യാനുള്ള ഫൈറ്റേഴ്സാണ് ജേർണിമെൻ. ഇവരെന്ന് പറയുമ്പോഴത്തേക്ക് വെറും മോശം ഫൈറ്റേഴ്സ് അല്ല, അത്യാവശ്യം നല്ല കാലിബറുള്ള ഫൈറ്റേഴ്സ് തന്നെയാണ്, പക്ഷേ അവർ ആ ഒരു ടോപ്പ് ടാലൻറ്റഡ് അല്ല. അന്നേരം ഈ വലിയ ഫൈറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ജേർണിമെന്നെ ഫൈറ്റ് ചെയ്ത് അവരുടെ റെക്കോർഡ് ബിൽഡ് ചെയ്ത്, അങ്ങനെ ഈ പറയുന്ന ഈ ചെറിയ ഫൈറ്റേഴ്സിനെ ടിൻ ക്യാൻസ് വേണമെങ്കിൽ നമുക്ക് പറയാം, ഈ പറയുന്ന ടിൻ ക്യാൻസിനൊക്കെ ഫൈറ്റ് ചെയ്ത്, ടിൻ ക്യാൻസ് കംപ്ലീറ്റ് പറയുന്നത് ശരിയല്ല, ബട്ട് എങ്കിലും ആ ഒരു ചെറിയ ഫൈറ്റേഴ്സിനെ ഫൈറ്റ് ചെയ്ത് ഇവരുടെ റെക്കോർഡ് ബിൽഡ് ചെയ്യും. അങ്ങനെ അവസാനം ഈ വലിയ ഹ്യൂജ് റെക്കോർഡുള്ള രണ്ട് ഫൈറ്റേഴ്സ്, ഈ ബേസിക്കലി അൺഡിഫീറ്റഡ് ഫൈറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇവർ തമ്മിൽ ഹ്യൂജ് ഫൈറ്റ്സ് നടക്കും. അതാണ് ഇപ്പം ബേസിക്കലി ബോക്സിങ്ങിൽ നടക്കുന്നത്. അതാണ് ഈ പറഞ്ഞ ജേർണിമെൻ എന്ന് പറയുന്നത്. അതിന് ഇപ്പം ഈ ഒരു ജസ്റ്റിൻ ഗേച്ച് ഈ സിറ്റുവേഷൻ വന്നേ പിന്നാണ് ഈ ഒരു ജേർണിമെൻ പ്രയോഗം അല്ലെങ്കിൽ ഈ പറയുന്ന ബോക്സിംഗ് പ്രയോഗം വന്നു തുടങ്ങിയത്. അതായത് ഇപ്പോൾ ഇസ്ലാം മഹാഷേവിൻ്റെ ടൈറ്റിൽ റെയിനിലുള്ളൊരു പ്രശ്നം ഞാൻ പറഞ്ഞതാണ്. അതായത് ഫസ്റ്റ് ടൈറ്റിൽ വിൻ നല്ലതാണ്, ചാൾസ് ഒലിവേരായിട്ടുള്ള ഫൈറ്റാണ്, അത് കിട്ടിലൊരു വിൻ തന്നെയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് വന്ന അലക്സാണ്ടർ വോൾക്കനോസ്കി, അതും 2 ഫൈറ്റ്സ്. ഫസ്റ്റ് ഫൈറ്റ് അടിപൊളി കോമ്പറ്റേറ്റീവ് ഫൈറ്റ് ആയിരുന്നു, സെക്കൻഡ് ഫൈറ്റ് ഇതുപോലെ KO-യിൽ അവസാനിച്ചു. പക്ഷേ അവിടെയും അലക്സാണ്ടർ വോൾക്കനോസ്കി ഒരു സ്മോളർ കൈയാണ്, അതായത് ബേസിക്കലി ഒരു ഫെദർ വെയ്റ്റ് ഫൈറ്ററാണ്, ലൈറ്റ് വെയ്റ്റിലും കൂടെ വന്ന് ഫൈറ്റ് ചെയ്തു എന്നതേ ഉള്ളൂ. അന്നേരം അങ്ങനെ സിറ്റുവേഷൻ ഉണ്ട്, അതായത് ഒരു സ്മോളർ കൈയെ തോപ്പിച്ചു. പിന്നെ ഡസ്റ്റിൻ പോറിൻ്റെ കാര്യം നമുക്കറിയാം, എപ്പോൾ വേണമെങ്കിലും റിട്ടയർ ആവാം എന്നുള്ള രീതിയിൽ നടക്കുന്ന ഡസ്റ്റിൻ പോറി. പിന്നെ മോയ്ക്കാണോ എവിടെയോ കിടക്കുന്ന മോയ്ക്കാണോ ആയിട്ടുള്ള ഫൈറ്റ്. അന്നേരം ഇസ്ലാം മഹാഷേൻ്റെ ടൈറ്റിൽ റൈനിലുള്ള ചെറിയൊരു ഇഷ്യൂ ഇതാണ്. അതായത് ഓൺ പേപ്പർ നോക്കുകയാണെങ്കിൽ ഇസ്ലാം മഹാഷേനേക്കാളും കുറേ ഇൻഫീരിയർ ഒപ്പോണൻസിനെയാണ് ഇസ്ലാം മഹാഷേ വിദ്യ ടൈറ്റിൽ ഡിഫൻസിന് വേണ്ടി തോപ്പിച്ചേക്കുന്നത്. അന്നേരം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിൻ്റെ കൂടി ഇപ്പം ജസ്റ്റിൻ ഗേജ് കൂടെ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും വേഴ്സ് ആവും. പിന്നെ ഇലിയോട്ടോപുരയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേരും പറയുന്നുണ്ട്, മാത്രമല്ല ഞാൻ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഇസ്ലാം മഹാഷേൻ ഇപ്പം ഇലിയോട്ടോപുര ഫേസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണമൊന്നുമില്ല. കാര്യം ഇലിയോട്ടോപുര ബേസിക്കലി ഒരു ഫെദർ വെയ്റ്റ് ഫൈറ്ററാണ്. അതും എഗെയിൻ ഒരു സ്മോളർ കൈ, ഇപ്പം ഇസ്ലാം മഹാഷേൻ ജയിച്ചെങ്കിൽ പോലും എഗെയിൻ ഒരു സ്മോളർ കൈയെ തോപ്പിച്ചു എന്നൊരു പേര് വരും. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ ഏറെക്കുറെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതായത് ഇപ്പം ഒരുപാട് പേരും പറയുന്നുണ്ട് ഇലിയോട്ടോപുര പ്രൂവ് ചെയ്യണം, അതായത് ഇസ്ലാം മഹാഷേൻ്റെ ടീം പറയുന്നതാണ് ഇലിയോട്ടോപുര പ്രൂവ് ചെയ്യണം എന്നിട്ട് മാത്രമേ ഫൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇലിയോട്ടോപുരയാണ് ശരിക്കും ഇസ്ലാം മഹാഷേൻ്റെ ഒരു പെർഫെക്റ്റ് ഫൈറ്റ്. അതായത് ഇലിയോട്ടോപുരയുടെ മേലുള്ളൊരു വിക്ടറി ഇസ്ലാം മഹാഷേന് നല്ലൊരു വിക്ടറി തന്നെയാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഇലിയോട്ടോപുര ലാസ്റ്റ് തോപ്പിച്ച ആരേക്കാണ്? വോൾക്കനോസ്കിയും മാക്സ് ഹോളോയും. വോൾക്കനോസ്കിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇസ്ലാം മഹാഷേന് ഇത്രയും ഒരു ടഫ് ഫൈറ്റ് കൊടുത്ത ആളാണ് വോൾക്കനോസ്കി. അതായത് ശരിക്കും ഇസ്ലാം മഹാഷേവിനെ ആദ്യമായിട്ട് ഹ്യൂമനായിട്ട് തോന്നിച്ച ഫൈറ്റ് കൊടുത്ത ആളാണ് വോൾക്കനോസ്കി. അങ്ങനെ ആ ഒരു വോൾക്കനോസ്കിയെ KO ചെയ്ത ആളല്ലേ ഇലിയോട്ടോപുര. അന്നേരം ആ ഒരു ഹെഡ് കിക്ക് KO ഉണ്ട്, അങ്ങനെ ഒരു ഫാക്ടർ അവിടെ ഉണ്ട്. അതായത് വോൾക്കനോസ്കി ഇസ്ലാം മഹാഷേവായിട്ടുള്ള ഹെഡ് കിക്ക് KO കഴിഞ്ഞിട്ടാണ് ഇലിയോട്ടോപുരയായിട്ട് ഫൈറ്റ് ചെയ്യാൻ വന്നത്. പക്ഷേ എങ്കിൽ പോലും ആ ഒരു മാക്സ് ഹോളോ ഫൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ ഒരു കിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ പോലും ഇലിയോട്ടോപുരയുടെ ഹിറ്റിൽ ചിലപ്പോൾ വോൾക്കനോസ്കി വീണേനെ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇലിയോട്ടോപുരയുടെ ക്രെഡിറ്റ് നമുക്ക് ഒരിക്കലും എടുത്തു കളയാൻ പറ്റത്തില്ല. അതായത് കിക്ക് കിട്ടി വീണത് കൊണ്ടാണ് ഇപ്പോൾ ഇലിയോട്ടോപുര ഇടിച്ചിട്ട് വീണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അന്നേരം ഇസ്ലാം മഹാഷേന് ടഫ് ഫൈറ്റ് കൊടുത്ത വോൾക്കനോസ്കിയെ KO ചെയ്തിട്ട് നിൽക്കുന്ന ആളാണ് ഇലിയോട്ടോപുര. അതിൽ ഇപ്പം ഇസ്ലാം മഹാഷേന് നെക്സ്റ്റ് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് വന്നിരിക്കുന്ന ആളാണ് ജസ്റ്റിൻ ഗേച്ചിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റിൻ ഗേച്ച് ഇപ്പം ഫിസിയേവിന് തോപ്പിച്ചിട്ട് നിൽക്കുന്ന ആളാണ്. അതിന് മുമ്പ് മാക്സ് ഹോളോയെ തീർത്ത് കളഞ്ഞ ആളാണ് ജസ്റ്റിൻ ഗേച്ച്.
മാക്സ് ഹോളോയെ അവസാനം ഒരു ഫ്ലൂക്കായിട്ടുള്ള KO ഒന്നും ആയിരുന്നില്ല. 5 റൗണ്ട് നശിപ്പിച്ച് കളഞ്ഞിട്ട് അവസാനം KO ചെയ്ത് കളഞ്ഞു. അതായത് ആ ഒരു പ്രൈം പീരീഡിൽ നിൽക്കുന്ന മാക്സ് ഹോളോയെയും ഇലിയ ടൊപ്പുരിയ KO ചെയ്തു. അതായത് ജസ്റ്റിൻ ഗേജിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ജസ്റ്റിൻ ഗേജ് ഇതുപോലെ പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഇസ്ലാം മഹാഷേനെ ഫൈറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ ഞാനിവിടെ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജസ്റ്റിൻ ഗേജിയുടെയും ഇസ്ലാം മഹാഷേവിൻ്റെ ഒക്കെ മാനേജർ മറ്റേ അലി അബ്ദുൽ അസീസാണ്. കാരണം അതുകൊണ്ട് ഈ അലി അബ്ദുൽ അസീസും ടീമും ഇസ്ലാം മഹാഷേവിനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നതാണ് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. ഇസ്ലാം മഹാഷേവ് കവേർഡാണെന്നോ ഈ ഡക്കാണെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇസ്ലാം മഹാഷേവിൻ്റെ ടീം ഇസ്ലാം മഹാഷേവിനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇസ്ലാം മഹാഷേവ് ഇപ്പം കമാർ ഉസ്മാൻ്റെ ആ ഒരു വിൻ സ്ട്രീക്ക് റെക്കോർഡ് ടൈ ആയിട്ട് നിൽക്കുകയാണ്. ഒരു വിന്നോടെ കിട്ടിക്കഴിഞ്ഞാൽ ആൻഡേഴ്സൺ സിൽവയുടെ റെക്കോർഡ് ടൈ ആവും. അത് ഒരു വിന്നോട് ആയിക്കഴിഞ്ഞാൽ ആ ഒരു വിൻ സ്ട്രീക്ക് റെക്കോർഡ് പൊട്ടിക്കും. ഏറെക്കുറെ അതിപ്പം വെൽട്ടർ വെയിറ്റ് വല്ലതും ആണെങ്കിൽ ഏറെക്കുറെ ആ ഒരു ലെഗസി അല്ലെങ്കിൽ ആ ഒരു ടോപ്പ് 5 ഗോട്ട് ലിസ്റ്റ് എന്തായാലും മഹാഷേവ് വരികയും ചെയ്യും. അങ്ങനെ ആ ഒരു ലെഗസിയിലോട്ട് എത്താറായി നിൽക്കുന്ന ആളാണ് ഇസ്ലാം മഹാഷേവ്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇപ്പം ഇലിയ ടൊപ്പുരിയ ബേസിക്കലി ഇസ്ലാം മഹാഷേവിന് നല്ലൊരു ടഫ് ഫൈറ്റ് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യലി ഈ ഇസ്ലാം മഹാഷേവ് ഫാൻസിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഇലിയ ടൊപ്പുരിയ വന്നു കഴിഞ്ഞാൽ ഇസ്ലാം മഹാഷേവ് നിസ്സാരമായിട്ട് തീർത്തുവിടും എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈറ്റ് വന്നു കഴിഞ്ഞാലും ആർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം കമൻറ്റ് ബോക്സുകളിലാവട്ടെ ട്വിറ്ററിലാവട്ടെ ഇപ്പോൾ ഇസ്ലാം മഹാഷേവ് ഫാൻസ് ഒന്നടങ്കം ഇലിയ ടൊപ്പുരിയ ഫൈറ്റിന് എതിരാണ്. അതായത് ഇലിയ ടൊപ്പുരിയ വേറെ ആരെങ്കിലും ഫൈറ്റ് ചെയ്യട്ടെ, ഇസ്ലാം മഹാഷേവിനായിട്ടുള്ള ഫൈറ്റ് ഇലിയ ടൊപ്പുരിയ ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ. ഇപ്പം ഞാൻ നോക്കിയെടുത്തോളം ഏറെക്കുറെ ഒരു ജോൺ ഡോൺസ് ഫാൻസിൻ്റെ ലെവലിലേക്ക് പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ ജോൺ ഡോൺസ് ഫാൻസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അസ്പിനാലിൽ ശരിക്കും ജോൺ ഡോൺസിനെ ഡിസേർവ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ജോൺ ഡോൺസ് ശരിക്കും അസ്പിനാലിനെ ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നേരെ പോയി പെരേരയെ ഫൈറ്റ് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ. അതിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴേക്കും ജോൺ ഡോൺസ് അസ്പിനാലിനോട് തോക്കുന്നവർക്ക് നല്ല പേടിയുണ്ട്. ഏറെക്കുറെ ആ രീതിയിലോട്ടാണ് ഇസ്ലാം മഹാഷേവ് ഫാൻസും പോകുന്നത്. അതായത് ഇലിയ ടൊപ്പുരിയായിട്ട് ഇപ്പം ആദ്യമേ ഒന്നും നമുക്കത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ഈ അനലൈസ് ചെയ്ത് നോക്കിയതനുസരിച്ച് നോക്കി വരുമ്പോഴത്തേക്ക് ഇലിയ ടൊപ്പുരിയയ്ക്ക് ഇസ്ലാം മഹാഷേവിനെ തോപ്പിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി. കുറച്ച് ലെങ്തി വീഡിയോ ആണ്, പക്ഷേ ഞാൻ മിക്കവാറും എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്തിട്ടുണ്ട്. അന്നേരം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഇലിയ ടൊപ്പുരിയയ്ക്ക് ഇസ്ലാം മഹാഷേവിനെ തോപ്പിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മഹാഷേവ് ഫാൻസ് ശരിക്കും ഈ ഒരു ഫൈറ്റിന് നല്ല എഗനിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇസ്ലാം മഹാഷേവിൻ്റെ ടീമും അതിന് ഈ ഒരു തോൽവി വരുമെന്ന് ഇസ്ലാം മഹാഷേവിൻ്റെ ടീമിന് നല്ല പേടിയുണ്ട്. പക്ഷേ ഇസ്ലാം മഹാഷേവ് അങ്ങനെ പേടിച്ച് നിൽക്കുകയാണെന്നോ ഇസ്ലാം മഹാഷേവ് ഡക്കാണെന്നോ ഞാൻ ഒരിക്കലും പറയത്തില്ല. കാര്യം ഇസ്ലാം മഹാഷേവ് ഒഫീഷ്യലി അല്ല ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇസ്ലാം മഹാഷേവിൻ്റെ ടീമിൻ്റെ സൈഡിൽ നിന്ന് വന്നതാണ് ഇലിയ ടൊപ്പുരിയ ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു പേടി ഇസ്ലാം മഹാഷേവിൻ്റെ ടീമിനുണ്ട്. ആ ഒരു ലെഗസി പോവോ അല്ലെങ്കിൽ ഇലിയ ടൊപ്പുരിയ തോപ്പിക്കോ എന്നൊരു പേടിയുണ്ട്. മാത്രമല്ല ഇലിയ ടൊപ്പുരിയ ലൈറ്റ് വെയ്റ്റിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നത് നോക്കാനും കൂടെ വേണ്ടിയിട്ടായിരിക്കാം ഇവർ നിൽക്കുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞാൽ ആ ഒരു ബോക്സിംഗ് അലിഗേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിൻ ഗേജുള്ള ഫൈറ്റ്. അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ജസ്റ്റിൻ ഗേജിയുടെയും ഇസ്ലാം മഹാഷേവിൻ്റെയൊക്കെ മാനേജർ മറ്റേ അലി അബ്ദുൽ അസീസ് അല്ലേ, പുള്ളിൻ്റെ ഇടയ്ക്കിടെ നന്നായിട്ട് കളിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നമുക്കറിയാം ഇവരുടെയൊക്കെ ട്വിറ്റർ അക്കൗണ്ട് കൺട്രോൾ ചെയ്യുന്നത് അലി അബ്ദുൽ അസീസാണ്. അതിൽ ഈ ജസ്റ്റിൻ ഗേജി ട്വിറ്ററിൽ കൂടെയാണ് കോൾ ഔട്ട് ചെയ്തേക്കുന്നത്, അതായത് ഫൈറ്റ് ചെയ്യാൻ റെഡിയാണെന്നുള്ള രീതിയിൽ. അങ്ങനെ പ്രോബബ്ലി അലി അബ്ദുൽ അസീസ് അങ്ങോട്ടും ഇങ്ങോട്ടും അക്കൗണ്ട് സ്വിച്ച് ചെയ്തിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ്, ഇപ്പുറത്ത് ഞാനും ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ള രീതിയിലൊക്കെ ഫൈറ്റ് പറയുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അന്നേരം ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ ജസ്റ്റിൻ ഗേജി ഇസ്ലാമിനെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ കരിയറിൽ വീണ്ടും അതൊരു അത്ര നല്ലൊരു മാർക്കല്ല. കാര്യം അഗെയിൻ ഈ ഒരു ജേർണിമാൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഫീരിയർ ഒപ്പോണൻസിനെ വീണ്ടും തോപ്പിച്ച് ആ റെക്കോർഡ് ബിൽഡ് ചെയ്യാൻ നോക്കുകയാണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു ഡിഫൻസ് റെക്കോർഡ് ബിൽഡ് ചെയ്യാൻ നോക്കുകയാണ് എന്നുള്ളൊരു പേര് ഇസ്ലാം മഹാഷേവിൻ്റെ പേരിൽ വരും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ ജസ്റ്റിൻ ഗേജിയെ ഫ്ലാറ്റ് ലൈൻ ചെയ്ത് കളഞ്ഞ് ഈ മാക്സ് ഹോളോയെ ഇതുപോലെ തന്നെ KO ചെയ്തിട്ട് വരുന്ന ആളാണ് ഇലിയ ടൊപ്പുരിയ. അന്നേരം ഇസ്ലാം മഹാഷേവിന് ടഫ് ഫൈറ്റ് കൊടുത്ത ആളെ ഇലിയ ടൊപ്പുരിയ KO ചെയ്തു. അതുപോലെ തന്നെ ഇസ്ലാം മഹാഷേവിൻ്റെ നെക്സ്റ്റ് ഒപ്പോണൻ്റ് എന്നൊക്കെ പറയുന്ന ജസ്റ്റിൻ ഗേജിയെ KO ചെയ്ത ആളെയും ഇലിയ ടൊപ്പുരിയ KO ചെയ്തു. അതുമാത്രമല്ല ഇലിയ ടൊപ്പുരിയ ഇപ്പം ഫുൾ ടൈം ആയിട്ട് ഇപ്പോൾ ഒരു ലൈറ്റ് വെയ്റ്റ് ഫൈറ്ററാണ്. ഇലിയ ടൊപ്പുരിയ ഫെദർ വെയ്റ്റ് ബെൽറ്റ് വെക്കേറ്റ് ചെയ്തിട്ട് പെർമനൻ്റ്ലി ലൈറ്റ് വെയ്റ്റിലോട്ട് വന്നിരിക്കുകയാണ്. അതിനിപ്പോൾ ഒരു പ്രോപ്പർ ലൈറ്റ് വെയ്റ്റ് ഫൈറ്ററാണ്. ഇതിപ്പം ഉയരത്തിലെ സ്മാളർ കൈ ആണെങ്കിൽ പോലും ഇലിയ ടൊപ്പുരിയ ഇപ്പോൾ ഒരു പ്രോപ്പർ ലൈറ്റ് വെയ്റ്റ് ഫൈറ്ററാണ്. അന്നേരം ഇപ്പോൾ ഇസ്ലാം മഹാഷേവിനെ തോപ്പിക്കാൻ ചാൻസ് ഉള്ള 2 ഫൈറ്റർ മാത്രമേ ഉള്ളൂ, ഈ അർമാനും ഇലിയും. അർമാൻ എന്തായാലും അടുത്ത ഫൈറ്റ് കൊടുക്കുന്നില്ലെന്ന് ഡാന പറഞ്ഞു. അന്നേരം ഇനി ഇസ്ലാം മഹാഷേവിനെ ഫൈറ്റ് ചെയ്യാനുള്ള ആൾ ഇലിയ ടൊപ്പുരിയാണ്. വേറെ ഒരു ഫൈറ്റും യാതൊരു ലോജിക്കും ഉണ്ടാക്കുന്നില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന നേരത്തെ റെസ്ട്രിക്ഷനൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇസ്ലാം മഹാഷേവ് വേഴ്സസ് അർമാൻ നടത്തണം. അല്ലാതെ വേറെ ആരെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് വെയ്റ്റിൽ വേറെ ആരെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് ഒരു സെൻസ് ഉണ്ടാക്കുന്നൊരു ഫൈറ്റാണ്. അത് മാത്രമല്ല നിങ്ങൾ ഈ പറയുന്ന മെറിറ്റോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട. നിങ്ങളൊരു സൂപ്പർ ഫൈറ്റിൻ്റെ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ യു എസ് ശരിക്കും സൂപ്പർ ഫൈറ്റുകൾ നടത്തുന്നതിൽ ഒരുപാട് പുറയിലോട്ട് പോയിട്ടുണ്ട്. ഇനി മുമ്പിലുള്ള ഏത് സൂപ്പർ ഫൈറ്റാണ് ഉള്ളത്? ഇപ്പോൾ സൂപ്പർ ഫൈറ്റ് നടക്കാറേയില്ല യു എസിൽ. ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ആകെ 2 സൂപ്പർ ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഇലിയ ടൊപ്പുരിയ വേഴ്സസ് ഇസ്ലാം മഹാഷേവുണ്ട്, പിന്നെ ജോൺ ജോൺസ് വേഴ്സസ് അസ്പിനാലുണ്ട്. ജോൺ ജോൺസ് വേഴ്സസ് അസ്പിനാലിൻ്റെ കാര്യമാണെങ്കിൽ ജോൺ ജോൺസിൻ്റെ അതായത് ഒരു റൂമേഴ്സ് വരുന്നുണ്ട്, അത് ഏരിയൽ ഹവാനി പറഞ്ഞതാണ്. അതായത് ഇപ്പം ഈ ഒരു ഫൈറ്റ് കൺഫേം ആയി കഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ ആ ഒരു നടക്കുന്ന സിറ്റുവേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ പോലും 6 മന്തെങ്കിലും കഴിഞ്ഞിട്ടേ ജോൺ ജോൺസ് ഫൈറ്റ് ചെയ്യത്തുള്ളൂ. അതിനുള്ള പ്രിപ്പറേഷൻ എങ്കിലും ജോൺ ജോൺസ് എടുക്കുന്നത് ഇതുപോലെ റൂമേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ആ ഒരു ഫൈറ്റ് കൺഫേം ചെയ്യുകയാണെങ്കിൽ പോലും സെപ്റ്റംബറിലെങ്കിലും ആ ഒരു ഫൈറ്റ് കാണാൻ പറ്റത്തുള്ളൂ.
അന്നേരം സെപ്റ്റംബറിൽ നടക്കുമെന്നുള്ള കാര്യം അറിയത്തില്ല. അതായത് സെപ്റ്റംബറിൽ ഇപ്പോൾ ജോൺ ജോൺസിന് പെട്ടെന്ന് ഇഞ്ചുറി വരുമോ അല്ലെങ്കിൽ ഇഞ്ചുറി ഫേക്ക് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാലോ ആ ഫൈറ്റ് നടക്കണമെന്നില്ല. ടോമസ് മുല്ലൻ്റെ കരിയർ പോയി കിട്ടും, അത്ര തന്നെ ഉള്ളൂ. അന്നേരം ആ ഒരു ഫൈറ്റ് നടക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. അന്നേരം ആ ഒരു സൂപ്പർ ഫൈറ്റ് ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഇമ്മീഡിയറ്റ്ലി നടത്താൻ പറ്റുന്ന ഒരേ ഒരു ഫൈറ്റ് ഈ പറയുന്ന ഇലിയ ടൊപ്പുരി വേഴ്സസ് ഇസ്ലാം മഹാഷേവാണ്. അന്നേരം ഈ പേപ്പറിലുള്ള റെക്കോർഡ്സോ കാര്യങ്ങളോ ഒന്നും നോക്കുന്നതിന് വരെ ശരിക്കും ഇമ്മീഡിയറ്റ്ലി ഈ ഒരു ഫൈറ്റ് നടത്തുന്നത് തന്നെയാണ് നല്ലത്. അതിന് ഇസ്ലാം മഹാഷേവിൻ്റെ ടീമിന് ശരിക്കും ഒരു പേടിയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഫൈറ്റ് വേണ്ടെങ്കിൽ പറഞ്ഞ് മാറിയിരിക്കുന്നത്. അത് മാത്രമല്ല ഇലിയ ടൊപ്പുരി ഇതുപോലെ ലൈറ്റ് വെയിറ്റിൽ എങ്ങനെ പെർഫോം ചെയ്യും നോക്കാനും കൂടെ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു പരിപാടി ചെയ്യുന്നത്. അന്നേരം ഈ ഒരു ഫൈറ്റ് ശരിക്കും ഇമ്മീഡിയറ്റ്ലി നടത്തേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇപ്പോൾ ഇസ്ലാം മഹാഷേവ് ഇമ്മീഡിയറ്റ്ലി വെൽറ്റർ വെയിറ്റ് പോകുന്ന നേരത്ത് ഇതുപോലെ പുറയുന്ന വലിച്ചിട്ട് നീ ഇലിയും കൂടെ ഫൈറ്റ് ചെയ്ത് പോയാൽ മതി എന്നൊന്നും അല്ല ആരും പറയുന്നത്. ഇപ്പം ഇസ്ലാം മഹാഷേവ് ഉടനെ ഒന്ന് വെൽറ്റർ വെയിറ്റ് പോകാനുള്ള ചാൻസ് കാണുന്നില്ല. കാര്യം ഒന്ന് ബിലാൽ അവിടെ കയറിയിരിക്കുന്നു, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇഷ്യൂസ് ആൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ലൈറ്റ് വെയിറ്റിൽ ഒരു ഫൈറ്റും കൂടെ കഴിഞ്ഞിട്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫൈറ്റും കൂടെ കഴിഞ്ഞിട്ടെങ്കിൽ ഇസ്ലാം മഹാഷേവ് വെൽറ്റർ വെയിറ്റ് പോകത്തുള്ളൂ. അന്നേരം ആ ഒരു ഫൈറ്റ് ആര് വേണം എന്നുള്ള രീതിയിലാണ്. അന്നേരം ഈ പറഞ്ഞ ജസ്റ്റിൻ ഗേജ് ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കുഞ്ഞു ഒപ്പണനെ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ അർമാനെ ഫൈറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത സ്ഥിതിക്ക് വേറെ ഏതെങ്കിലും ഒരു ഫൈറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വെൽറ്റർ വെയിറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. ഈ ഒരു ഇലിയ വേഴ്സസ് ഇസ്ലാം ഫൈറ്റ് കിട്ടത്തില്ല. അത് ഗോൺ ഫോർ അവറാണ്. അതൊക്കെ കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ പറയുന്ന ഇലിയ വേഴ്സസ് ഇസ്ലാം ഫൈറ്റ് ഇപ്പം നടത്തുന്നതാണ് എപ്പോഴും നല്ലത്. മാത്രമല്ല ഇപ്പം ലൈറ്റ് വെയിറ്റ് കുറേയൊക്കെ ഒരു മെസ്സായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ആരെയൊക്കെ ഫൈറ്റ് എന്നുള്ള രീതിയിൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ചാൾസ് ഒലിവേരയ്ക്ക് ഇലിയ ടൊപ്പുരി ഫൈറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലെന്നിങ്ങനെ ചേൽസോണം പറഞ്ഞു കേട്ടായിരുന്നു. പക്ഷേ പിന്നീട് ചാൾസ് ഒലിവേരയുടെ സൈഡിൽ ഇതുപോലെ അങ്ങനൊന്നും അല്ല, എനിക്ക് ഇലിയ ടൊപ്പുരിയെ ഫൈറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഇലിയ ടൊപ്പുരി ഞാൻ KO ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ ചാൾസ് ഒലിവേരയും പറഞ്ഞു. അന്നേരം നമുക്കറിയത്തില്ല ഇപ്പം ഈ ബിഹൈൻഡ് ദ സീൻസ് ചാൾസ് ഒലിവേരയ്ക്ക് ഇലിയ ടൊപ്പുരിയെ ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് പിന്നീട് പുറത്ത് വന്നിട്ട് ഇലിയ ടൊപ്പുരിയെ ഫൈറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാണോ നമുക്കറിയത്തില്ല. പക്ഷേ എന്തായാലും അപ്പം ആ ഒരു ഫൈറ്റും നമുക്ക് അറിയത്തില്ല എങ്ങനെയൊക്കെ പോകുന്നു. അതുകൊണ്ട് ഇപ്പോൾ ശരിക്കും ചെയ്യാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇസ്ലാം മഹാഷേവിന് ഇപ്പം ഇമ്മീഡിയറ്റ്ലി ഇലിയ ടൊപ്പുരിയെ ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ തൽക്കാലം വേറെ ആരെയും ഫൈറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നല്ലതാണ്. അതായത് ആ ഒരു സമയത്ത് ഇലിയ ടൊപ്പുരി വേണമെങ്കിൽ ചാൾസ് ഒലിവേരയോ അല്ലെങ്കിൽ അർമാനെ ഫൈറ്റ് ചെയ്തിരുന്ന ഇലിയ ടൊപ്പുരി പറഞ്ഞു. ഇസ്ലാം മഹാഷേവ് അതുവരെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇലിയ ടൊപ്പുരി ചാൾസ് ഒലിവേരയോ അല്ലെങ്കിൽ ജസ്റ്റിൻ ഗേജ് ഇങ്ങനെ തോപ്പിച്ചിട്ട് പിന്നീട് ഇലിയ ടൊപ്പുരി വേഴ്സസ് ഇസ്ലാം മഹാഷേവ് നടത്താം. പക്ഷേ അതിന് മുമ്പ് ഇസ്ലാം മഹാഷേവ് വേറെ ആരെങ്കിലും ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു ഫൈറ്റ് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ ലൈറ്റ് വെയിറ്റിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പം ആ ഒരു ലൈറ്റ് വെയിറ്റിലുള്ള മെസ്സ്, അതായത് കുറേ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, അത് ആരെയൊക്കെ ഫൈറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഈ ലൈറ്റ് വെയിറ്റിലെ മെസ്സ് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇലിയ ടൊപ്പുരി വേഴ്സസ് ഇസ്ലാം മഹാഷേവ് ഫൈറ്റ് നടത്തുക, അതിൻ്റെ കൂടെ തന്നെ ചാൾസ് ഒലിവേര വേഴ്സസ് അർമാൻ ഫൈറ്റ് 2 നടത്തുക. അതല്ല ഇപ്പോൾ ജസ്റ്റിൻ ഗേജിയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനാണെങ്കിൽ അർമാൻ വേഴ്സസ് ജസ്റ്റിൻ ഗേജി ഫൈറ്റ് നടത്തുക, അതിൻ്റെ കൂടെ ചാൾസ് ഒലിവേര വേഴ്സസ് മാക്സ് ഹോളോവേ 2 ഫൈറ്റ് നടത്തുക. അതാകുമ്പോഴത്തേക്ക് ഏറെക്കുറെ ആ ഇഷ്യൂ സോൾവ് ചെയ്യും. അതല്ല ഇപ്പോൾ ഇസ്ലാം മഹാഷേവിന് ഇമ്മീഡിയറ്റ്ലി ഇലിയ ടൊപ്പുരിയെ ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഇലിയ ടൊപ്പുരിക്ക് ജസ്റ്റിൻ ഗേജിയോ അല്ലെങ്കിൽ ചാൾസ് ഒലിവേരയോ ഫൈറ്റ് ചെയ്യാൻ കൊടുക്കുക. അന്നേരം ബാക്കി കാര്യങ്ങൾ അപ്പം നോക്കാം. അതിന് ഇതൊക്കെയാണ് കാര്യങ്ങൾ. അന്നേരം ഈ ഒരു ഫൈറ്റ് നടന്നിരുന്നേ കൊള്ളായിരുന്നു. UFC ശരിക്കും ഫൈറ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഭയങ്കര പുറകോട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഇതുപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൈ വന്നിട്ട് അത് പ്രോപ്പർലി യൂസ് ചെയ്യാത്തത് ശരിക്കും കഷ്ടമായിട്ടുള്ള കാര്യമാണ്. UFC ഇപ്പം ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സൂപ്പർ സ്റ്റാറിനെ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം അവരിൽ നിന്ന് ഊറ്റിപ്പിഴിഞ്ഞെടുക്കാൻ നോക്കുകയാണെന്നുള്ള രീതിയിലാണ്. അതായത് ഇപ്പം അലക്സ് പെരേര കിട്ടി, ഓക്കെ അലക്സ് പെരേരയ്ക്ക് കലിൽ റൗണ്ടറി ആരെയെന്ന് വെച്ച് കൈ കൊടുക്കുന്നു, നേരെ ആ ഒരു ക്രൗഡ് പുള്ളിങ് ഫൈറ്റ്സ് കുറച്ച് നടത്തുന്നു, എന്നിട്ട് അവിടെ തീർക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് ഹൈലൈറ്റ്സ് സമ്പാദിക്കാൻ നോക്കുന്നു എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇതുപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൈ കിട്ടിയിട്ട് അത് പ്രോപ്പർലി നടത്താത്തത് കഷ്ടമാണ്. ഇപ്പം ഇപ്പോൾ ഒരു ഹെവി വെയിറ്റിലെ സിറ്റുവേഷൻ തന്നെ നോക്കുകയാണെങ്കിൽ ജോൺ ജോൺസ് ആയതുകൊണ്ടാണ് ടൈറ്റിൽ സ്ട്രിപ്പ് ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റിൽ സ്ട്രിപ്പ് ചെയ്യുക, എന്നിട്ട് ഹെവി വെയിറ്റ് ഡിവിഷനെ മൂവ് ഓൺ ചെയ്യാൻ വിടുക. ഇപ്പോൾ ഹെവി വെയിറ്റ് കുറേശ്ശെ നന്നായി വരികയാണ്, അതിന് അത് മൂവ് ഓൺ ചെയ്യാൻ വിടുക. എന്നാൽ അതും ചെയ്യുന്നില്ല, ജോൺ ജോൺസിനെ പൊതിഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് കൂടുതൽ ഡിസേർവിങ് ആണോ അല്ലയോ ആര് കെയർ ചെയ്യുന്നു, ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി കൈ കിട്ടിയിരിക്കുക. മാത്രമല്ല ഇസ്ലാം മഹാഷേവ് ഒരിക്കലും ഒരു ഫൈറ്റ് ഡൗൺ ചെയ്യത്തില്ല. ഇസ്ലാം മഹാഷേവിന് അങ്ങനെ ആരെയും പേടിയോ ഡക്കിങ്ങോ ഒന്നുമല്ല. ഒരുപാട് ഒരു ഇതുപോലെ ഇസ്ലാം മഹാഷേവ് ഡക്കിങ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇസ്ലാം മഹാഷേവ് അങ്ങനെ ആരെയും ഫൈറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിൽ പേടിയുള്ള ആളുമല്ല. മുമ്പിൽ ആര് വരുന്നത് പുള്ളി കെയർ ചെയ്യത്തുമില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇസ്ലാം മഹാഷേവ് ഇലിയ ടൊപ്പുരിയെ ഫൈറ്റ് നടത്തുക. മാത്രമല്ല UFCക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവർ നേടിയെടുക്കുന്നുണ്ട്. അവർക്കിപ്പോൾ അവരൊരു കാര്യം ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അവർക്കത് കിട്ടുന്നുണ്ട്. അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെറാബിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു, മെറാബ് വേഴ്സസ് ഉമറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. അതായത് ഇപ്പം ഉമറിനെ സ്പീഡ് റൺ ചെയ്ത് കയറ്റി വിട്ടു, മെറാബിനെ ഫൈറ്റ്, അന്നേരം അതിന് ഉമർ ഡിസേർവിംഗ് അല്ലെന്ന് ആര് പറഞ്ഞു എന്നുള്ള രീതിയിൽ പലരും വന്ന് ചോദിച്ചായിരുന്നു. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ UFCയുടെ ഹിസ്റ്ററിയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് റെസ്യൂമെയാണ് മെറാബിൻ്റെ. അതിന് അങ്ങനെയുള്ള മെറാബിനെ ഫൈറ്റ് ചെയ്യാൻ ഉമറിനെയാണ് കയറ്റി വിട്ടത്. ഉമറിൻ്റെ കാര്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഉമർ കോറി സാഹനേക്കിന് മുമ്പ് വേറെ ആരെയൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫൈറ്റേഴ്സിൻ്റെ പേര് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ ഒരു കോറി സാഹനേക്കിന് ഗിഫ്റ്റ് ചെയ്തതാണ്, പെട്ടെന്ന് സ്പീഡ് റൺ ചെയ്തിട്ട് മെറാബിനെ ഡീത്രോൺ ചെയ്യാൻ വേണ്ടി UFC കയറ്റി വിട്ടതാണ്. അതിന് ആ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക. അതായത് ഇപ്പം UFCക്ക് ഒരു ഫൈറ്റ് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്, ചിലരെ പുറത്താക്കണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ചില ഫൈറ്റുകൾ നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ UFC നേടിയിരിക്കും. അന്നേരം അവിടെ മെറിറ്റോ കാര്യങ്ങളൊന്നും അല്ല നോക്കുന്നത്. മാത്രമല്ല ആ ഒരു മെറാബിൻ്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മെറാബിന് ശരിക്കും ഫൈറ്റ് ചെയ്യാൻ വേറെ ആരും ഇല്ലായിരുന്നു. ഇപ്പോൾ ഒമാലിയെ തോപ്പിച്ചതിൻ്റെ തൊട്ട് കുറേ വീണ്ടും ഒമാലിയ റീമാച്ചോ, മെറാബ് ഏറെക്കുറെ ആ ഒരു ക്ലിയർ ഔട്ട് ചെയ്യാൻ നിൽക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മെറാബ് വേഴ്സസ് ഉമർ ഫൈറ്റ് ഒരുപാട് സെൻസ് ഉണ്ടാക്കുന്ന ഫൈറ്റ് ആയിരുന്നു. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് മെറാബിന് ഫൈറ്റ് ചെയ്യാൻ വേറെ ആൾക്കാരില്ലായിരുന്നു.
മെറാബിൻ്റെ വർത്തി ഒപ്പണൻ്റ് എന്ന് പറയാൻ വേറെ ആൾക്കാരില്ലായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഇസ്ലാം മഖാഷേവിൻ്റെ സിറ്റുവേഷൻ പോലെ തന്നെ ഇസ്ലാം മഖാഷേവിന് വർത്തിയായിട്ടുള്ള ഒപ്പണൻസ് വേറെ ഇല്ല. ഇസ്ലാം മഖാഷേവിന് ശരിക്കും ആ ഒരു റൺ ഫോർ ഹിസ് മണി കൊടുക്കുന്ന ഫൈറ്റ്സ് വേറെ ഇല്ല. ഇപ്പം മെറാബിൻ്റെ കാര്യം നോക്കണമെങ്കിൽ മെറാബിന് വീണ്ടും ഒമാലി 2 ഫൈറ്റ് കൊടുത്ത് അപ്പം തന്നെ ഒമാലി 2 ഫൈറ്റ് കൊടുത്തെങ്കിരിക്കും. സെയിം രീതിയിലാണ്. അതിനേക്കാളും മോശമാണ് ഈ പറയുന്ന ജസ്റ്റിൻ ഗേജി ഫൈറ്റ്. അന്നേരം ശരിക്കും ആ ഒരു മെറാബിൻ്റെ സിറ്റുവേഷനിൽ ഏറ്റവും സെൻസ് ഉണ്ടാക്കുന്ന ഒരു ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഉമർ ഫൈറ്റ് മാത്രമായിരുന്നു. ഉമർ പ്രത്യേകിച്ച് അങ്ങനെ ആരും ആയിരുന്നില്ലല്ലോ. പക്ഷേ മെറാബിൻ്റെ ഒരു വർത്തി ഓപ്പണൻ്റ് ആയിരുന്നു ഉമർ. അതുകൊണ്ട് UFC ഒരു ഫൈറ്റ് നടത്തി. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് UFC ഒരു ഫൈറ്റ് നടന്ന് കാണണമായിരുന്നു. അതുകൊണ്ട് UFC ഒരു ഫൈറ്റ് നടത്തി. പക്ഷേ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇലിയട്ടപ്പോൾ ഒരു പൗണ്ട് ഫോർ പൗണ്ട് റാങ്കിങ്ങിൽ അവിടെ നിൽക്കുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന 2 ലെജൻസിനെ KO ചെയ്ത് നിൽക്കുന്നു. അതിന് ഇലിയട്ടപ്പോരിയാണ് ശരിക്കും ഇസ്ലാമിനെ ഫൈറ്റ് ചെയ്യാൻ ഏറ്റവും വർത്തി ഓപ്പണൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം നമ്മുടെ പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇസ്ലാം മഖാഷേവ് ഞാൻ നേരത്തെ പറഞ്ഞു ഡക്കെന്നൊന്നും വിളിക്കത്തില്ല. ഇസ്ലാം മഖാഷേവ് ആരും ഡക്ക് ചെയ്യത്തില്ല. പക്ഷേ നമ്മൾ ഈ ഒരു ഡക്ക് അലിഗേഷൻ സ്പാം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫൈറ്റ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഒരിക്കലും ഇസ്ലാം മഖാഷേവ് പറഞ്ഞിട്ടില്ല, ഇസ്ലാം മഖാഷേവ് ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല ഇലിയട്ടപ്പോരിയെ ഫൈറ്റ് ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ ഇസ്ലാം മഖാഷേവ് പറഞ്ഞിട്ടില്ല, ഇനി പറയത്തുമില്ല. ഇപ്പോൾ ഇലിയ ആണെങ്കിലും ഇസ്ലാം ആണെങ്കിലും അവരാരും കെയർ ചെയ്യുന്നില്ല, ആര് വരുന്നു എന്നുള്ള രീതിയിൽ അവർ കെയർ ചെയ്യുന്നില്ല. അത്ര റിസ്ക് എടുക്കാൻ അവർ തയ്യാറാണ്. അങ്ങനെയുള്ളതാണ് ഇസ്ലാം മഖാഷേവ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മഖാഷേവ് ഒരിക്കലും ഈ ഒരു ഫൈറ്റ് ഡൗൺ ചെയ്യത്തില്ല. കൺസേൺ മൊത്തം ഇസ്ലാം മഖാഷേവ് ടീമിനാണ്, നമുക്കറിയാം. ഈ ഒരു ഫൈറ്റ് ശരിക്കും നടക്കാനുള്ളൊരു ചാൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഡക്കിങ് എലിഗേഷൻ കുറച്ച് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ജോൺ ജോൺസിൻ്റെ കൂട്ട് നാണം കെട്ട് ഇതുപോലെ ഡക്കാന്ന് വിളിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ലെന്നുള്ള രീതിയിൽ ഇസ്ലാം മഖാഷേവ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഡക്കിങ് എലിഗേഷൻ സ്പാം ചെയ്ത് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന റിപ്പോർട്ടേഴ്സ് ആവട്ടെ അവർ പിക്കപ്പ് ചെയ്യും. ഇപ്പോൾ ഇൻ്റർവ്യൂസിലോ പ്രസ് കോൺഫറൻസിലോ ഒക്കെ ഇസ്ലാം മഖാഷേവിനോട് ചോദിക്കും, അതായത് ഇങ്ങനെ ഡക്കെന്ന് വിളിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഡക്കിങ് എലിഗേഷൻ ഉണ്ടെന്ന് പറയുന്നല്ലോ, അതിൻ്റെ കാരണം എന്താ, ഡക്ക് ചെയ്യുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇസ്ലാം മഖാഷേവ് ഉറപ്പായിട്ട് ആ ഒരു ഫൈറ്റ് അക്സെപ്റ്റ് ചെയ്യും. ആ ഒരു ഫൈറ്റ് അക്സെപ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അന്നേരം നമുക്ക് ഓഡിയൻസിന് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഫൈറ്റ് ഫാൻസിന് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കാര്യമാണ്. കാര്യം ഈ ഒരു ഞാൻ പറഞ്ഞല്ലേ ഇസ്ലാം മഖാഷേവിനെ ഡക്കെന്ന് വിളിക്കുകയല്ല, പക്ഷേ ഡക്കെന്ന് വിളിച്ച് ഈ ഒരു അലിഗേഷൻ കൂട്ടുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഒരു ഫൈറ്റ് കാണാൻ ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കുറച്ച് വലിയൊരു പ്രഷർ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഈ പറയുന്ന വലിയൊരു കമ്മ്യൂണിറ്റിക്കായിരുന്നെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാമായിരുന്നു. അതായത് UFC ലൈവ് ഓടുന്ന ഹാൻഡിലോ അല്ലെങ്കിൽ ഇതുപോലെ ഡാഗിസ്ഥാൻ അവരുടെയൊക്കെ യൂട്യൂബ് ചാനൽസിലൊക്കെ പോയിട്ട് നമുക്ക് സ്പാം ചെയ്യാമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫൈറ്റ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇസ്ലാം മഖാഷേവിനെ ചൊടിപ്പിച്ച് കഴിഞ്ഞാൽ ഇസ്ലാം മഖാഷേവ് എന്ന വാട എന്നുള്ള രീതിയിൽ ഫൈറ്റ് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ആ ഒരു രീതിയിലാണ് എനിക്കിപ്പോൾ ഒരു പോസിബിലിറ്റി കാണുന്നത്. എന്തായാലും ഇതൊക്കെയാണ് കാര്യങ്ങൾ. ബൈ ദ വേ ഇപ്പം 469 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. താങ്ക്സ് എ ലോട്ട്. എനിക്ക് പിന്നെ പ്രൗഡായിട്ട് പറയാൻ പറ്റും, അതിനകത്തിൽ എൻ്റെ ഫ്രണ്ട്സോ ബന്ധുക്കളോ ആരുമില്ല. കാര്യം എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് എൻ്റെ ഫ്രണ്ട് ഷാഹുൽ മാത്രമേ ഉള്ളൂ. അവനോട് മാത്രമേ ഞാൻ അത് പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ വീട്ടുകാർക്കോ കൂട്ടുകാർക്കോ ആർക്കും അറിയത്തില്ല ഞാനിങ്ങനെ ചാനൽ നടത്തുന്ന കാര്യം അല്ലെങ്കിൽ ചാനൽ തുടങ്ങിയ കാര്യം ആർക്കും അറിയത്തില്ല. എനിക്ക് പ്രൗഡ്ലി പറയാൻ പറ്റും ഈ 469 പേരും പ്യുവർ MMA ഫാൻസ് മാത്രമാണ്. ഈ പറയുന്ന കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ശരിക്കും ഈ ഒരു ചാനൽ എത്ര ഒരു 10K അടിക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല. കേരളത്തിലെ MMA സിറ്റുവേഷൻ നമുക്കറിയാമല്ലോ, UFC സിറ്റുവേഷൻ നമുക്കറിയാമല്ലോ. പക്ഷേ എങ്കിലും എനിക്ക് ആ UFC ഒരു താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു സ്പോട്ട് ആയതുകൊണ്ടാണ് ഞാൻ പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാര്യം വ്യൂസോ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണെങ്കിൽ പോലും ഇതെന്തായാലും കേരളത്തിൽ വളർന്ന് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പറയാൻ പറ്റില്ല. അതായത് ഞാനും കൂടെ ഇതിനകത്തിലൊരു പാർട്ടായിരുന്നു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയില്ല. അതായത് അന്ന് ഇതുപോലത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അതിൽ ഇങ്ങനെ ഒരു തരം കൂടെ ഉണ്ടായിരുന്നു. ഇവരൊക്കെയാണ് ശരിക്കും കേരളത്തിൽ MMA പോപ്പുലർ ആവുന്നതിൽ ഇത്രയൊരു പങ്ക് വഹിച്ചത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ബി ഹാപ്പി. ആ ഒരു സ്പിരിറ്റൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ശരിക്കും വീഡിയോസൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ഓരോന്നൊക്കെ സബ്സ്ക്രൈബേഴ്സിന് കിട്ടുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഓരോ നല്ല കമൻസ് കിട്ടുന്നതനുസരിച്ച് ആവേശം കൂടുകയാണ്, അല്ലെങ്കിൽ ആ ഒരു എനർജി കൂടെ കൂടുതൽ കിട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് ആവശ്യത്തിന് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതുപോലെ രാത്രി 1-2 മണിക്കൊക്കെ ഇരുന്നിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. പക്ഷെ എന്നിട്ട് മാത്രമേ ആ ഒരു സമയം എടുത്തിട്ടും അത് ചെയ്യാൻ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു മോട്ടിവേഷൻ കിട്ടുന്നതുകൊണ്ടാണ്. അതൊക്കെയാണ് കാര്യങ്ങൾ. ഇതിൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.